പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സുഖം തന്നെയല്ലേ? യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെക്കുറിച്ച് കരുതലുമുണ്ട്. അതുകൊണ്ടാണ് ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്നും നിങ്ങളോട് വേദവചനത്തിലൂടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 108 സങ്കീർത്തനം 12 വാക്യത്തിൽ, വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ, മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. ഇതൊരു നല്ല പ്രാർത്ഥനയാണ്. ദൈവമേ, കഷ്ടകാലത്ത് ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യരുടെ സഹായം വൃഥാവാകുന്നു. മനുഷ്യർക്ക് നമ്മെ സഹായിക്കാനാകാത്ത സാഹചര്യങ്ങളുണ്ടാകും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെക്കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല എന്നൊരു പരിതസ്ഥിതി. അത്തരം സന്ദർഭങ്ങളിൽ ദൈവത്തിനെ സഹായിക്കാൻ സാധിക്കൂ. ചില സമയത്ത് മനുഷ്യരെ അയച്ച് സഹായിക്കും. ചിലപ്പോൾ അമാനുഷികമായ മനുഷ്യരുടെ സഹായങ്ങൾ നമുക്ക് ലഭിക്കും. ചില സമയത്ത് ദൂതന്മാരെ അയച്ച് സഹായിക്കും. ചില സമയത്ത് ഇതെങ്ങനെ നടന്നു എന്ന് നമുക്കറിയില്ല. അങ്ങനെ സഹായിക്കും. തമിഴ്നാട്ടിൽ നിന്നും ഒരു ശുശ്രൂഷകൻ വടക്കേ ഇന്ത്യയിലേക്ക് ശുശ്രൂഷയ്ക്കായി പോയി. വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങൾ, അസം പോലെയുള്ള സംസ്ഥാനത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പോയി. അവിടെയുള്ള ഗ്രാമങ്ങളിൽ യേശുവിനെക്കുറിച്ച് അറിയിച്ച് അദ്ദേഹം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു അതിർത്തി കടന്ന സമയത്ത് അറിയാതെ ബർമ എന്ന സംസ്ഥാനത്തിലേക്ക് കയറി. അതായിരുന്നു ബർമ എന്ന രാജ്യത്തിന്റെ അതിർത്തി. അവരുടെ സൈനികർ അദ്ദേഹത്തെ പിടിച്ചു. അദ്ദേഹത്തിന് അവരുടെ ഭാഷ അറിയില്ല. അവർക്കാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഷയും അറിയില്ല. അദ്ദേഹം ഒരു ചാരനാണെന്നും ആ നാട്ടിലെ കാര്യങ്ങൾ അറിയുവാനായി നുഴഞ്ഞു കയറിയതാണെന്നും വിചാരിച്ച് അദ്ദേഹത്തെ ജയിലിലടച്ചു. അദ്ദേഹം പലതവണ പറഞ്ഞു നോക്കി, ശുശ്രൂഷകനാണ്, യേശുവിനെക്കുറിച്ച് അറിയിക്കാനാണ് വന്നത്. അതൊന്നും അവർക്ക് മനസ്സിലായുമില്ല. അവരൊട്ട് വിശ്വസിച്ചുമില്ല. ജയിലിലടച്ചതുകൊണ്ട് ഇദ്ദേഹത്തിന് വീട്ടിലറിയിക്കാനും ഒരു വഴിയില്ല, ഒരു മാർഗവുമില്ല. പുതിയ നാട്, വേറൊരു ഭാഷ, ജയിലിലാണെങ്കിൽ അടച്ചിരിക്കുന്നു. എങ്ങനെ വിവരമറിയിക്കും? ആരെ കോണ്ടാക്ട് ചെയ്യും? ഇതൊന്നും തന്നെ അറിയില്ല. സഹായത്തിന് ദൈവത്തെ മാത്രമേ വിളിക്കാൻ കഴിയൂ. അതുകൊണ്ട് മുട്ടുകുത്തി മണിക്കൂറുകളോളം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അത് മാത്രമേ ചെയ്യാനാകൂ. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കും. അവരുടെ ഭാഷയും അറിയില്ല. ഇദ്ദേഹം പറയുന്നത് അവർക്കും മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് കുറച്ചു ദിവസം ജയിലിലിരുന്നു. നടന്ന സംഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവരെ അറിയിക്കും, കുടുംബത്തോട് പറയും എന്നറിയാതെ അദ്ദേഹം വ്യസനിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം വളരെ സങ്കടത്തോടെ, ദൈവമേ, ഈ പ്രശ്നത്തിൽ അങ്ങേക്ക് മാത്രമേ എന്നെ സഹായിക്കാനാകൂ. എന്നെ സഹായിക്കാൻ ആരുമില്ല, പരിചയക്കാരുമില്ല എന്ന് പറഞ്ഞ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറേ നേരം പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ണു തുറന്നപ്പോൾ ഒരു ഗ്രാമത്തിലെ വയലിൽ നിന്നുകൊണ്ടിരുന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ, ഞാൻ എങ്ങനെ ഇവിടെ എത്തി? ജയിലിലായിരുന്നുവല്ലോ, ഇവിടെ എങ്ങനെ വന്നു എന്ന് അത്ഭുതപ്പെട്ടു. ആ വയലിൽ ചിലർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് കണ്ടു. അദ്ദേഹത്തിന് ആകെ ഭയം. താനിപ്പോഴും ബർമയിലാണോ ഉള്ളത്? അല്ലെങ്കിൽ ബർമ എന്നത് മിയാൻമർ രാജ്യമാണ്. എവിടെയാണെന്നറിയാതെ പേടിയോട് അവരോട് എവിടെയാണ് ആ സ്ഥലം എന്ന് ചോദിച്ചു. ഇത് ഇന്ത്യയാണെന്ന് അവർ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, മിയാൻമർ എന്ന നാട്ടിൽ നിന്നും ദൈവം അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന്. കണ്ടില്ലേ, ഇങ്ങനെയും സംഭവിക്കുമോ? ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നില്ലേ? അതേപോലെ തന്നെ ഇന്നും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതാണ്. പ്രശ്നങ്ങൾക്കിടയിൽ ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് ദൈവം അമാനുഷികമായി നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങളിത് വിശ്വസിക്കുമോ? ഇന്ന് നിങ്ങൾക്കും അങ്ങനെയുള്ള ഒരു അത്ഭുതം ആവശ്യമാണല്ലേ? ദൈവമേ, എന്നെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? പിതാവേ, ഈ സാഹചര്യങ്ങളിൽ മനുഷ്യരുടെ സഹായം ഞങ്ങൾക്ക് ഉപയോഗപ്പെടില്ല. പ്രശ്നങ്ങളിൽ അങ്ങ് മാത്രമാണ് ഈ മകനെയും മകളെയും സഹായിക്കേണ്ടത്. ഇന്നൊരു അത്ഭുതം പ്രവർത്തിച്ച് അവരെ സന്തോഷിപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ